നല്ല വേദനയുണ്ടാവും അല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഓടി നടക്കല്ലേന്ന്. ഇതാ ഞാൻ നല്ല മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് മാറും കേട്ടോ. ഡാ നീയും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നിനക്കും പറ്റും ഇതുപോലെയൊക്കെ. 10 മണിയായിട്ട് 12 കണ്ടില്ലല്ലോ പേപ്പ. അവൻ വരുമ്പോ വരട്ടെ. ഫ്രാൻസിസ് വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു, കാലത്തെത്തുമെന്ന്. ആന്നോ? എന്നാ പിന്നെ നീ പൊക്കോ, അവളവിടെ തനിച്ചല്ലേ ഉള്ളൂ. എന്നാ ഞാൻ ഇവരെ കൂട്ടിലടിച്ചും പോവാ. ഇവളെ മാത്രം കൂട്ടിലാക്കിയാൽ മതി. വയ്യാത്തതല്ലേ, സ്വൈര്യമായിട്ട് കിടന്നോട്ടെ. ഇവനെ നീ ആ വരാന്തി കിട്ടിക്കോ. ചെല്ലടാ പൊക്കോ. എന്നാടി ഒന്നിച്ച് കിടക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം വന്നാ നിനക്ക്? സാരമല്ല കേട്ടോ. നാളെ ഒരു 10 മണിക്ക് മുമ്പ് വരായിരുന്നെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടാവും. നീ എൻ്റെ കാര്യം നോക്ക്. വീട്, കുടുംബം, നാട് എല്ലാം വിട്ടു. പോൾത്തിരങ്ങനായിട്ട് വിലസിക്കൊണ്ടിരിക്കുമ്പോഴാ നാടകമല്ല ഞാൻ അവസാനിപ്പിച്ചത്. അതന്നെ പോൾത്തിരങ്ങണി നാടകം നിർത്തി ഉണ്ണണില്ലേ? അന്ന് അത് നിർത്തിയോണ്ടാ ഇന്ന് നീ ഉണ്ണുന്നേ. ചെറുതാ ഞാനങ്ങ് ഇറങ്ങുക. നീ നിനക്കെന്താ ഇത്ര തിരക്ക്? ഒരുമിച്ച് പോടാ. അല്ലേ തന്നെ നീ ഇപ്പം അവിടെ ചെന്നില്ലാന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. പുള്ളിക്കാരന് വേറെ ഉണ്ടല്ലോ 2 മക്കള്. സുധർമ്മ പലവണ പറഞ്ഞിട്ടുണ്ട് കള്ളടിച്ച് മൂത്തിരിക്കുമ്പോ ഈ മാറ്റം എടുത്തിട്ട്. എടാ ഞാൻ നീ പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു തമാശ പറഞ്ഞല്ലടാ. മകന് വരും പട്ടിയെ വളർത്തി എന്ന് പറയണോ തന്റെ തമാശ? ഇതിലെവിടെയോ തമാശ? ഈ പന്നിനെ ഞാൻ കൊല്ലും. എടാ നിനക്ക് വിഷമായോ? അത് പോട്ടെ, അപ്പൻ ചെയ്ത കാര്യം നീ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം കർത്താവിൻ്റെ വിളി കേൾക്കും, നീ നോക്കിക്കോടാ. എന്നോടൊക്കെ പലവണ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ കുരയ്ക്കരുത്. വേണ്ട ഒന്നേ ഉള്ളോ? കർത്താവേ, നീ ഇത്ര പെട്ടെന്ന് എൻ്റെ വിളി കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്തോത്രം. കാലിന് വയ്യാത്തതാ, എന്നാ പറ്റിയതാണോ എന്തോ. വിഷമിക്കണ്ട, അവളെവിടെ പോവാനാ? ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. എടി ചാലത്തെ, നീ ഇന്നത്തെ രാത്രി ആ കൂട് പൂട്ടിയാർന്നോ? മാതാവാണ് സത്യം, ഞാൻ കൂട് പൂട്ടിയതാ പേപ്പ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ ഇന്നലെ രാത്രി വരുമ്പം റൂബി കൂട്ടിലുണ്ടായിരുന്നു? കണ്ടില്ല. എന്നതാ? അതിനെ കാണാനില്ല. ഇപ്പം മനസ്സിലായില്ലേ, നായ്ക്കളൊക്കെ എപ്പോൾ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും ഓടിപ്പോകുമെന്ന്. പക്ഷെ മക്കളായാലും ഇതേപോലെ ഇങ്ങനെ സ്ട്രോങ് ആയ എപ്പോഴും കൂടെ ഉണ്ടാവും. അതെ പേപ്പ, നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ? അതിനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കള്ളനെ എനിക്കറിയാം. ആ നശൂലത്തിനെങ്ങാൻ പോലീസ് പോക്കിയ അതിൻ്റെ നാണക്കേടേ എനിക്കാ. വാട മക്കളെ. പട്ടി കുട്ടാ എന്നാ എന്നതാ? എന്താ ഡോക്ടർ? കുഴപ്പമൊന്നുമില്ലെന്നേ, വേദന അല്പം വീണതിൻ്റെ ആയിരിക്കും. കുറവില്ലെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽ ചെക്കപ്പ് തന്നെ നടത്തേക്കാം. അതുപോലെ ഇത് തന്നെ മതി. ഞാൻ വെള്ളം പട്ടിയും കൊണ്ട് രാത്രി പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ പേപ്പൻ കേൾക്കത്തില്ല. അന്ന് വീണൻ്റെ ആയിരിക്കും ഈ വേദന. ഫ്രാൻസി, ഓളച്ചൻ അറിയണ്ട, ഇത് പട്ടിയും കൊണ്ട് പോയി വീണപ്പോഴും സംഭവിച്ചല്ല.
പിന്നെ ഈ സ്കൂളിൽ നിന്ന് കള്ളു കുടിച്ച എന്തിനാന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാനും മാഷോനും പോയപ്പോ നമ്മുടെ കോളനിയിലെ പിച്ചാത്തി പിടിച്ച ഹസ്ബൻഡില്ലേ ആ അവൻ തള്ളിയിട്ടതാ. ആന്നേ മാഷൊന്നൊരു കരിങ്കലമ്മയ്ക്കാ വീണത്. ഞാൻ കണ്ടതാ, അന്ന് തുടങ്ങിയതാ. എൻ്റെ ദൈവമേ, എൻ്റെ പേപ്പൻ ഇത് ഞങ്ങളോടെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ? അന്തോണിയോട് പോലും പറഞ്ഞില്ലേ? ഇല്ല, അവനറിയാതിരിക്കാനാ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഒരു കണ്ണും മൂക്കും ഇല്ലാത്തവനാ. എനിക്കറിഞ്ഞൂടെ അവൻ്റെ ദേഷ്യവും സങ്കടവും വാശിയൊക്കെ. ഉറപ്പായിട്ടും അവൻ ആ ദാസപ്പനുമായിട്ട് വഴക്കിന് പോവും. ഇങ്ങനൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വളർത്തിയിട്ട് എൻ്റെ മോനെ കർത്താവ് കൊണ്ടുപോയില്ല ഫ്രാൻസി. അവനെ ചവിട്ടിയല്ലേ? ഈ നാട്ടിലെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. TV തിരിച്ചു വാങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ കേട്ടോ. നീ ഒലത്തും. നിന്നേക്കാളൊക്കെ കൂടുതൽ പോലീസ് സ്റ്റേഷൻ കണ്ടവനാണ് ഈ ദാസപ്പൻ. ഇനി മുറ്റത്ത് കയറിയ പിച്ചാത്തിക്ക് കുത്തി കയറുന്നതിന് കാണിക്കാങ്കി വാ. കോളനിയിലെ പിച്ചാത്തി പിടിച്ച ഹസ്ബൻഡില്ലേ അവൻ തള്ളിയിട്ടതാ. ഞാൻ കണ്ടതാ. കോവിലിൽ പൂജാരി കള്ളന്റെ ഓമനെ വെള്ളം ചൂടാക്കി എടുത്തോ. അതെടുത്ത് അവന്റെ അണ്ണാക്കിലേക്ക് കുറച്ച് സ്ഥലം വരെ പോകാനുള്ള. ആരാ? ചേട്ടൻ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പരസ്പരം കാണാം. നമ്മൾ ചത്തതല്ലേ. നീ ഇപ്പൊ എന്തിനാ ഈ പിച്ചാത്തി തന്റെ തല്ലാൻ നോക്കിയത്? അപ്പൊ അപ്പനെ തല്ലിയതാണ് നിന്റെ വിഷയം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാ, തല്ലാൻ പോയിട്ട് നമുക്കൊന്ന് തൊടാൻ പോലും പറ്റില്ല. നമ്മളൊക്കെ ആത്മാക്കളല്ലേ. എത്ര ദിവസമായി എന്ത് മരിച്ചിട്ട്? ഇന്നലെ. ഇന്നലെ? അപ്പം നിനക്ക് ഇനിയും സമയമുണ്ട്. എനിക്ക് നാളെ കൂടെ ആകുമ്പോൾ 7 ദിവസമാകും. എൻ്റെ തങ്കമണിയുടെ മോളുടെയും കാര്യം ആലോചിക്കുമ്പോഴാണ്. എന്താ 7 കണക്ക്? അതറിയില്ലേ? ഇല്ല. പണ്ട് കാരണവന്മാർക്ക് പറയാറില്ലേ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് 7 ദിവസം ഭൂമിയിലുണ്ടാവുമെന്ന്. അത് സത്യം. 7 ദിവസം കഴിഞ്ഞാലാ? 7 ദിവസം കഴിഞ്ഞ് ഇവിടം വിട്ടു പോകേണ്ടി വരും. എവിടേക്ക്? അതൊന്നും എനിക്കറിയില്ല. എന്നോടൊരു കളവൻ പറഞ്ഞ, അയാളും പോയി കാണും. എൻ്റെ 7 ദിവസത്തിൽ 6 ദിവസവും ഈ കാലം പിച്ചാത്തി തണ്ടിയുടെ പുറകെയായിരുന്നു. എന്തിന്? ഈ മനപ്രയാസം കൊണ്ട് കള്ളു കുടിച്ച് കൂത്താടി നടന്നിരുന്ന എനിക്ക് രക്ഷപ്പെടാനെന്ന് വണ്ണം ഒരു ലോട്ടറി അടിച്ചു. അപ്പം തന്നെ സത്യം പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ കള്ളുകൂടി നിർത്തി. പുതിയൊരു മനുഷ്യനായിട്ട് എൻ്റെ തങ്കമണിക്കും മോൾക്കും നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അടിച്ച ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പാടത്തെ പൊട്ടക്കിണറ്റിൽ തലയടിച്ച് വീണ ഞാൻ ചത്തു. ദൈവത്തിൻ്റെ ഒരു കളി. സത്യം പറഞ്ഞാൽ ഞാൻ കുടിയും നിർത്തി എന്നും നന്നാവാൻ തീരുമാനിച്ചു. അന്ന് കാല് തെറ്റി പൊട്ടക്കിണറ്റി വീണ് ചത്തു. ദൈവമേ, അങ്ങ് മഹാനാണ്.